വേണുവിൻ്റെ ഭാര്യ എന്നോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സിന്ധു, ഈ കാര്യത്തിൽ ആശുപത്രിക്ക് സംഭവിച്ച വീഴ്ച എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു? അത് ഒരു ഉപേക്ഷാ വിചാരം ഉണ്ടായതാണോ അതോ അവർക്ക് തെറ്റിപ്പോയതാണോ? മരണകാരണം യഥാർത്ഥ സമയത്ത് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് എന്താണ് കുഴപ്പമൊന്നും കണ്ടുപിടിച്ചില്ല. അത് തന്നെയാണ്, അല്ലാതെ അവിടെ ക്രിയാറ്റിന്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതേപോലെ ഒരു മാധ്യമത്തിൽ പറയുന്ന കേട്ട് 24 മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിച്ചത്. ഒരിക്കലും അല്ല. കാരണം രാത്രി 2 മണിക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് തന്നെയാണ് 8:30 ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയി. പിന്നെ എങ്ങനെ 24 മണിക്കൂർ കഴിയുന്നത്? അതേപോലെ മറ്റേ ക്രിയാറ്റിന്റെ ലെവൽ അത് ഒരു ഡോക്ടർമാരും ഒരു സമയത്ത് പോലും പറഞ്ഞിട്ടില്ല ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണെന്ന്. ഒരു 2 ദിവസം ചെയ്ത റിസൾട്ടില് ഒന്ന് 1.6 ഒരെണ്ണത്തിൽ 1.55 പറഞ്ഞിരിക്കുന്നത്. അത് നോർമൽ തന്നെയാണ്. ഞാൻ പല നഴ്സുമാരോടും ഡോക്ടർമാരോടും ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയത് നോർമൽ തന്നെയായിരുന്നു. ക്രിയാറ്റിൻ ലെവൽ കൂടിയത് കൊണ്ടല്ല അവർ ആൻജിയോഗ്രാം ചെയ്തത്. അവരുടേതായ പാളിച്ച അവിടെ സംഭവിച്ചത്. ഓക്കെ, അത് അവരുടെ ഒരു എന്താ അസസ്മെന്റ്, അവരുടെ ഒരു അനുമാനം പാളിപ്പോയതാണോ അതോ അവരൊരു ഉപേക്ഷാ വിചാരം? സാധാരണ ഇപ്പം ചില സർക്കാർ ആശുപത്രിയിലൊക്കെ പോയാൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, പിന്നെ നോക്കാം, അല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള സംഗതി അല്ല എന്നൊക്കെ വിചാരിക്കുമല്ലോ. അങ്ങനെ ഒരു ഉപേക്ഷ പറ്റിയതാണോ അതോ അവർക്ക് ഇത് ഉപേക്ഷ പറ്റിയതാണ്? അല്ലെങ്കിൽ അവർ ഒരിക്കലും ഒരു എമർജൻസി ആൻജിയോഗ്രാമിൽ ചെന്ന ഒരു പേഷ്യന്റ് ആണ്. കാരണം കൊല്ലത്ത് നിന്ന് അവർക്ക് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അവർ റെഫർ ചെയ്തത്. അല്ലെങ്കിൽ കൊല്ലത്തുള്ളവർക്ക് തന്നെ അവർക്ക് പറയായിരുന്നു പേഷ്യന്റിന് വലിയ കുഴപ്പമില്ല, ഞങ്ങൾ വേറൊരു ഡേറ്റ് തരാം എന്ന് പറയാൻ പറഞ്ഞു. അത് അവർ ചെയ്തില്ല. ഈ പേഷ്യന്റിന് കുറച്ച് സമയം പോലും നമുക്ക് ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് അവിടെ എത്തിച്ചത്. എന്നിട്ട് അവരാണ് ഉപേക്ഷ വിചാരിച്ചത്. അവർ ഇന്ന് ചെയ്യാം, തിങ്കളാഴ്ച ചെയ്യാം, തിങ്കളാഴ്ച എല്ലാ ദിവസവും പറഞ്ഞിട്ട് ബുധനാഴ്ച ചെയ്തില്ല. തിങ്കളാഴ്ചയും പറഞ്ഞു, ചൊവ്വാഴ്ചയും പറഞ്ഞു. ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം, ചൊവ്വാഴ്ച എക്കോ ചെയ്യാം എന്ന് പറഞ്ഞത് കൃത്യസമയത്ത് അവർ കൃത്യസമയത്ത് അദ്ദേഹത്തിന് ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സംഭവിക്കും, ഞങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കില്ലായിരുന്നു. എന്താണ് ഇനിയിപ്പോ നിങ്ങൾ ഇതിനകത്ത് തുടർന്ന് ചെയ്യാൻ പോകുന്നത്? പരാതിയുമായിട്ട് സമീപിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. എന്തായാലും പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞാണ് എത്തിച്ചത്. അത് ഒരു കാര്യം പറയുമ്പോഴേ വ്യക്തമായിട്ട് എല്ലാം ആലോചിച്ചും എല്ലാം അന്വേഷിച്ചിട്ടും വേണം പറയാൻ. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 മണിക്ക് വന്നാൽ പിറ്റേന്ന് രാത്രി 2 മണിയായാലും 24 മണിക്കൂറാകും. അതുപോലെ ക്രിയാറ്റിന്റെ അളവ് കൂടുതലാണെന്ന് പറയാൻ അതിനുള്ള വ്യക്തമായ രേഖ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിച്ച് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കാനും പാടില്ല. ശരി, താങ്ക് യു സിന്ധു ഇപ്പോൾ സംസാരിച്ചതിന്. നിങ്ങളുടെ പരാതിയുമായി മുന്നോട്ട് പോകൂ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സിന്ധു, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആശയവിനിമയോ നിങ്ങളോട് സംസാരിക്കുകയോ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിന്ധു കേൾക്കുന്നുണ്ടോ? എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. ആരും എന്നെ വിളിച്ചിട്ടുമില്ല, എന്നോട് സംസാരിച്ചിട്ടുമില്ല, ഇവിടെ വന്നിട്ടുമില്ല.